അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യൻ്റെ ദയനീയതയെക്കുറിച്ചാണ്. ഒരു മനുഷ്യന് ഇന്ന് അനുഭവിക്കുന്ന ദയനീയമായ അവസ്ഥയെക്കുറിച്ചാണ്. അതായത് സമൂഹത്തിൽ വലിയ ബഹളം വെച്ചുകൊണ്ട് സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്ന, വർഗീയതയും വിഭാഗീയതയും ഉണ്ടാക്കിക്കൊണ്ട് പരിസരം മലിനപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ അധോഗതി, അദ്ദേഹത്തിൻ്റെ ദയനീയമായ അവസ്ഥ, അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആദ്യം നിങ്ങളൊരു ക്ലിപ്പ് കേൾക്കുക. അദ്ദേഹത്തെ ആദ്യം ഒന്ന് കേൾക്കുക, എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ആദം നബിയുടെ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും മുശ്രിക്കുകളും മുഅ്മിനുകളും പ്രവാചകന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ, അവർ എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാവരുടെ കുഫറും, കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 തുലാസിൽ വെച്ചാൽ സമസ്തയുടെ കുഫർ കനന്തൂകും. ഇവരുടെ എല്ലാവരുടെ കുഫറും അതിൻ്റെ താഴെയാണ്, ഇവരുടെ കുഫർ അതിൻ്റെ മേലെയാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു, ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. ആയിരക്കണക്കിന് തെളിവുകൾ വെച്ച് എനിക്കത് നിരത്താൻ പറ്റും. അത് മാത്രം ഒരു വിഷയമാക്കിയല്ലേ, ആയിരക്കണക്കിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് എനിക്കത് സ്ഥാപിക്കാൻ കഴിയും. അതായത് ഫിറൗൻ ഇവരെക്കാൾ മെച്ചമായിരുന്നു, അബൂജഹൽ ഇവരെക്കാൾ മെച്ചമായിരുന്നു, എന്നാൽ അവർക്ക് പോലും സ്വർഗത്ത് പോകാൻ കഴിഞ്ഞില്ല. എങ്കിൽ അവരെ താഴെയുള്ളവർക്ക് സ്വർഗത്ത് പോകാൻ കഴിയോ? കണ്ടില്ലേ, ഇദ്ദേഹമാണത്. ഇദ്ദേഹം മുജാഹിദുകൾക്കിടയിലെ ഇസ്മും മുസമ്മയും ഒത്ത ആളാണ്. എന്ന് പറഞ്ഞാൽ മുജാഹിദാണ് അദ്ദേഹം, എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരും മുജാഹിദാണ്. അതുകൊണ്ട് തന്നെ ഇസ്മും മുസമ്മയും ഒത്ത ആളാണ് അദ്ദേഹം. അവർക്കിടയിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള, ആർക്കും വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് കാരണവും ഇദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. ആർക്കും അദ്ദേഹത്തിനോട് വലിയ താല്പര്യം ഉണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ ശൈലി എങ്ങനെയാണ്, കുറച്ച് സ്ട്രോങ് ആണ്. അത് അദ്ദേഹം തന്നെ പറയാറുണ്ട്. ഈ ക്ലിപ്പിൽ നിന്നും അതൊക്കെ ബോധ്യവുമാണ്. ഇവിടെ ഇദ്ദേഹം സമസ്ത എന്ന സംഘടനയല്ല വിമർശിക്കുന്നത് എന്നത് നമുക്കറിയാം. സംഘടനയോട് അദ്ദേഹത്തിന് പ്രത്യേക വിരോധമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ സമസ്ത എന്ന ആ സംഘടനയുടെ ആശയം, ആ ആശയത്തിനോടുള്ള വിരോധമാണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. ഈ സമസ്തയുടെ ആശയം, ആ അഖീദ ലോകത്തുള്ള ഭൂരിഭാഗം മുഅ്മിനീങ്ങളുടെ, മുസ്ലിങ്ങളുടെ ആശയമാണ്, വിശ്വാസമാണത്. അതെല്ലാവർക്കും അറിയാം. ലോകത്തുള്ള ഭൂരിഭാഗം മുഅ്മിനീങ്ങളുടെയും മുസ്ലിങ്ങളുടെയും വിശ്വാസമാണ് സമസ്തയുടെ വിശ്വാസം. ആ വിശ്വാസത്തെയാണ് ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. അത് മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിന് വരുന്നവരിൽ ഭൂരിഭാഗം ആളുകളും മുശ്രിക്കുകളാണ്, ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന്. വളരെ കുറഞ്ഞ ആളുകളെ ശിർക്ക് ചെയ്യാത്തവരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ലോകത്തുള്ള മുഴുവൻ ആളുകളിലും ഭൂരിഭാഗവും മുജാഹിദുകളല്ല, സുന്നികളാണ് എന്നാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഭൂരിഭാഗം ആളുകളും സുന്നികളാണ്, സമസ്തയുടെ വിശ്വാസക്കാരാണ് എന്നത് ഇദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയുമുള്ള ലോകത്തുള്ള ഭൂരിഭാഗം മുഅ്മിനീങ്ങളെയും ഇദ്ദേഹം ഈ പറഞ്ഞത് കണ്ടോ, എല്ലാവരും മുശ്രിക്കുകളാണ്, അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കുകളാണ് എന്ന് വലിയ ശബ്ദത്തിൽ പറയുന്നതാണ് ഈ കേൾക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഈ മനുഷ്യൻ ഇപ്പം അനുഭവിക്കുന്നത് നിങ്ങളൊന്ന് അറിയണം. അദ്ദേഹത്തിൻ്റെ ആൾക്കാർ തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ പറയുന്ന അബൂജഹലിൻ്റെ ആളുകളല്ല കേട്ടോ, എന്ന് പറഞ്ഞാൽ സമസ്തക്കാരല്ല. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ എന്തു പറയുന്നു എന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇതിൻ്റെ പേര് ഗുരുത്തക്കേട് എന്നോ അദ്ദേഹത്തിൻ്റെ ആശയ പാപ്പരത്വം എന്നോ നമുക്ക് പറയാവുന്നതാണ്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആളുകൾ തന്നെ അദ്ദേഹത്തെ എന്തു പറയുന്നു എന്നത് അദ്ദേഹം തന്നെ പറയട്ടെ. എങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്നത് അദ്ദേഹം തന്നെ പറയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു കേന്നമുകാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് കേന്നമുകാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? നേരത്തെ ആ പറഞ്ഞ ശൗര്യം ഇപ്പോഴുണ്ടോ?
നേരത്തെ ലോകത്തുള്ള ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളെയും മുശ്രിക്കും കാഫറുമാക്കിയപ്പോൾ, സമസ്തക്കാരെ മുശ്രിക്കും കാഫറുമാക്കിയപ്പോൾ ആ സൗണ്ട്, ആ ശൗര്യം ഇപ്പൊ ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ കരയുന്നതാ കാണുന്നത്. സ്വന്തം ആളുകൾ ഇദ്ദേഹത്തെ മുശ്രിക്കേ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതാണ് ഇപ്പൊ കാണുന്നത്. ആരാണ് വിളിക്കുന്നത് ഇദ്ദേഹത്തെ മുശ്രിക്ക് എന്ന്? കേന്നമുകാർ. കേന്നം എന്ന് പറഞ്ഞാൽ കേരള നദുവത്തുൽ മുജാഹിദീൻ. അപ്പൊ മുജാഹിദുകൾ തന്നെ എന്ന് പറഞ്ഞ ഒറിജിനൽ മുജാഹിദുകൾ തന്നെ ഇദ്ദേഹത്തെ മുശ്രിക്കേ എന്ന് വിളിക്കുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞ് കരയുന്നതാണ് ഇപ്പൊ കാണുന്നത്. ഇതിൽ നിന്ന് എന്താണ് ജനം മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ടത്? ലോകത്തുള്ള ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളെയും മുശ്രിക്കാക്കിയതിൻ്റെ ഗുരുത്തക്കേട് കിട്ടി. അതിൻ്റെ ഗുരുത്തക്കേട് ഇതാ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതല്ലേ വ്യക്തമായി പച്ചയായി മനസ്സിലാക്കേണ്ടത്? ഇനിയും കാണാനുണ്ട് പലതും. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ ഇയാൾ അനുഭവിക്കുന്നത് നോക്കണേ. ഇനി ബഹുരസം വേറെ ഉണ്ട്, ഞാൻ അടുത്ത ക്ലിപ്പ് കാണിക്കാം. സലാം പറഞ്ഞു മടക്കിയില്ല. അതാണ് ഈ പള്ളിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ സലാം പറഞ്ഞപ്പോ മുഖം തിരിഞ്ഞു പോയത് ഞാൻ മുശ്രിക്കാണ് എന്ന ധാരണയിലാണ്. നമുക്കതിൽ പ്രയാസമില്ല. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ അസ്ർ നമസ്കാരത്തിന് പുല്ലേപ്പടി പള്ളിയിൽ കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തിലേക്ക് കുനിഞ്ഞു നിന്ന് സലാം പറഞ്ഞപ്പോ ഒന്നിങ്ങനെ തലയാട്ടി എന്നതല്ലാതെ മിണ്ടുന്നില്ല. ആരായിരം ജാഹിദുകൾ തമ്മിലാണ്. എന്തേ ഈ പ്രശ്നത്തിന് കാരണം? ഒന്നേ ഉള്ളൂ, തെറ്റിദ്ധാരണ. നല്ലത് ധരിപ്പിക്കാനല്ല ഇവിടെ വയല് നടക്കുന്നത്. ഇതാ വീണ്ടും കരച്ചില്. എങ്ങനെയുണ്ട് അടുത്ത കരച്ചില്? ഇപ്പൊ കരച്ചിൽ എന്നാ പണി? എന്നാൽ നേരത്തെ ഇദ്ദേഹം വലിയ ശൗര്യത്തിലല്ലേ പറഞ്ഞത്? ലോക മുസ്ലിംകളെ മുശ്രിക്കാക്കി കാഫറാക്കുമ്പോ ഇദ്ദേഹം വലിയ ബഹളം വെച്ചല്ലേ പറഞ്ഞത്? എന്നാ ഇപ്പോ കരയുന്നതായി കാണുന്നത്. ഇതെന്തിനായി കരയുന്നത്? ഇദ്ദേഹം സലാം പറഞ്ഞിട്ട് മടക്കിയില്ല പോലും. ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടപ്പോ സലാം പറഞ്ഞിട്ട് അദ്ദേഹം മടക്കിയില്ല. എന്തേ കാരണം? ഇദ്ദേഹം മുശ്രിക്കായതിന്റെ പേരിൽ. ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരാളോട് ഇദ്ദേഹം സലാം പറഞ്ഞപ്പോ അദ്ദേഹം മടക്കിയില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നതായി ഇപ്പൊ കാണുന്നത്. ആലോചിക്കണം. അപ്പൊ സലാം പോലും പറയാനും മടക്കാനും പറ്റാത്ത വിധത്തിൽ ഇദ്ദേഹത്തിന്റെ ആളുകൾ തന്നെ, മുജാഹിദുകൾ തന്നെ മുശ്രിക്കാക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് ഗുരുത്തക്കേട്, പാപ്പരത്വം, ദയനീയത എന്ന് പറയുന്നത്. എന്നാൽ ഇനി അടുത്ത ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കൂ. ജിപ്രി മുത്തുക്കോയ തങ്ങളും ഞാൻ അധികവും കാണുന്ന ട്രെയിനിൽ വളരെ ഉഷാറാ. എന്നെ മാടി വിളിച്ച് സലാം പറയുന്ന ആളാണ് ജിപ്രി മുത്തുക്കോയ തങ്ങള്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒന്നിച്ചു പോയപ്പോ എന്നോട് നിങ്ങൾ എങ്ങോട്ടാണ്? ഞാൻ കടലുണ്ടിൽ ഇറങ്ങും, വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നോളി നിന്നോട് ആ മനുഷ്യൻ പറഞ്ഞ അത്ര സാധു. കേട്ടില്ലേ ഈ മനുഷ്യൻ പറഞ്ഞത്? ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ആയിട്ട് ഇതിനെ നമുക്ക് കേൾക്കാം. ആരെക്കുറിച്ചായി പറഞ്ഞത്? എത്ര ആവേശത്തോടു കൂടിയായി പറഞ്ഞത്? എത്ര സ്നേഹത്തോടു കൂടിയായി പറഞ്ഞത്? എത്ര താല്പര്യത്തോടു കൂടിയായി പറഞ്ഞത്? എത്ര ആശയോടുകൂടിയാ ഈ പറഞ്ഞത്? കാരണം ഇദ്ദേഹത്തോട് സലാം പറയാൻ ഇന്ന് ആരുമില്ല. ഇദ്ദേഹത്തിന്റെ ആളുകൾ തന്നെ ഇദ്ദേഹത്തോട് സലാം പറയുന്നില്ല. ഇദ്ദേഹം അങ്ങോട്ട് സലാം പറഞ്ഞാൽ മടക്കുന്നുമില്ല. ഇദ്ദേഹത്തെ മുശ്രിക്കാക്കി തള്ളുകയാണ്. എന്നാൽ ഇവിടെ സമസ്തയുടെ നേതാക്കളിൽ ഒരാൾ, സമസ്തയെ നയിക്കുന്ന നേതാക്കളിൽ ഒരാളെക്കുറിച്ച് ആശയോടെ ആഗ്രഹത്തോടെ സലാം പറയുന്നു എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് പങ്കുവെക്കുന്നതാണ് ഈ കാണുന്നത്. എന്നാൽ ഇതേ സമസ്തയെക്കുറിച്ച് ആദ്യം ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? ആ സമസ്തയെക്കുറിച്ച്, അതിൻ്റെ നേതാക്കളെ, പണ്ഡിതന്മാരെ, വിശ്വാസക്കാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതെന്താണ്? മക്കാ മുശ്രിക്കുകളെക്കാളും അബൂജഹലിനേക്കാളും എന്തിനേറെ ഫിർഔനിനേക്കാളും കൊടിയ മുശ്രിക്കും കാഫറുകളുമാണ് സമസ്തക്കാർ എന്ന് വലിയ വായിൽ പറഞ്ഞ ഇദ്ദേഹമാണ് ഇപ്പറയുന്നത്. അതേ സമസ്തയുടെ നേതാക്കളിൽ ഒരാളെക്കുറിച്ച് ആഗ്രഹത്തോടെ ആശയോടെ സലാം പറയാൻ താല്പര്യത്തോടുകൂടെ സലാം പറഞ്ഞു എന്ന് പറയുന്നതാണ് ഈ കേൾക്കുന്നത്.
എന്നാൽ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ആളുകൾ ഇദ്ദേഹത്തോട് സലാം പറയുന്നില്ല. ഇദ്ദേഹം സലാം പറഞ്ഞാൽ മടക്കുന്നുമില്ല. കാരണം ഇദ്ദേഹം മുശ്രിക്കാണ് എന്ന് ഇദ്ദേഹത്തെ മുശ്രിക്കാക്കി തള്ളുകയാണ്. എന്നാൽ മക്കാ മുശ്രിക്കുകളെക്കാളും അബൂജഹലിനേക്കാളും ഫിർഔനിനേക്കാളും വലിയ മുശ്രിക്കാണ്, കാഫറാണ് എന്ന് ഇദ്ദേഹം വലിയ വായിൽ കാഫറാക്കി തള്ളിയ സമസ്തക്കാർ, ആ സമസ്തിയുടെ നായകന്മാരിൽ ഒരാൾ ഇദ്ദേഹത്തോട് സലാം പറഞ്ഞു എന്ന് ആശയോടെ ആഗ്രഹത്തോടെ പറയുന്നതാണ് ഈ കേൾക്കുന്നത്. എങ്ങനെയുണ്ട് ഒരു മനുഷ്യന്റെ അവസ്ഥ നോക്കണം നിങ്ങൾ. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇദ്ദേഹത്തോട് സലാം പറഞ്ഞോ എന്നുള്ളത് അത് പരിശോധിക്കേണ്ടതാണ്. കാരണം ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ നിലക്കൊക്കെ പറയുന്ന ഈ മനുഷ്യൻ എങ്ങനെ വിശ്വസിക്കാം? ഈ നിലക്കൊക്കെ പറയുന്ന ഈ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വിശ്വാസയോഗ്യമല്ലാത്ത ആളായതുകൊണ്ട് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇദ്ദേഹത്തോട് സലാം പറഞ്ഞോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഏതായിരുന്നാലും സമസ്തയുടെ നായകന്മാരിൽ ഒരാൾ സലാം പറയുന്നത് ആശയോടെ, ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ പറയുന്നതാണ് ഈ കേൾക്കുന്നത്, ഈ കാണുന്നത്. ഇതിൻ്റെ പേര് ഗുരുത്തക്കേടെന്നാണോ? എന്നാൽ സാഹിത്യത്തിൽ പറയുന്നത് പോലെ കാലത്തിൻ്റെ കാവ്യനീതി എന്നാണോ? അതൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നല്ലതാണ് എന്ന് മാത്രം ഇപ്പം പറയുന്നു.